തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പരാതിക്കാരിയെ മെഡിക്കൽ ബോർഡ് ഇന്ന് വീണ്ടും കാണും. ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശിനി സുമയ്യ ബോർഡിന് മുൻപാകെ ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിക്കും. ഗൈഡ് വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് പരാതിക്കാരി ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡിന്റെ ചില വിലയിരുത്തലുകൾ മുന്നിലുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്? ഉന്മേഷ്, ക്രിസ്റ്റീന, ഇന്ന് പ്രധാനമായും ഈ മെഡിക്കൽ ബോർഡ് സുമയ്യയോട് അറിയിക്കുക, നേരത്തെ തന്നെ അവർ എത്തിച്ചേർന്ന വിലയിരുത്തലാണ് ഗൈഡ് വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൈഡ് വയർ പുറത്തെടുത്താൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന് മെഡിക്കൽ ബോർഡ് ചെയ്യുക. അതിനിടയിൽ മെഡിക്കൽ ബോർഡിന് മുൻപിൽ ഈ ചികിത്സയ്ക്ക് ശേഷം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ താൻ നേരിടുന്നുണ്ട് എന്ന് സുമയ്യയും ബോധ്യപ്പെടുത്തും. അതിന് പിന്നാലെ ആ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാൻ എന്ത് നിലയിലുള്ള ചികിത്സ തേടാമെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൂടിയാലോചന ഉണ്ടാകും. മാത്രമല്ല, ഒരിക്കൽ കൂടി സുമയ്യയുടെ ആരോഗ്യനിലയും ഇന്ന് പരിശോധിച്ചേക്കും. അതിനുശേഷം തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാക്കാനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. ശസ്ത്രക്രിയ നടത്തിയവർക്ക് പിഴവ് സംഭവിച്ചു എന്ന് ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് സുമയ്യ മെഡിക്കൽ ബോർഡിന് മുൻപിൽ ചൂണ്ടിക്കാണിക്കും. അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടും. മാത്രമല്ല, ഈ തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ലെങ്കിൽ സമരം ആരംഭിക്കുക എന്ന നിലയിലേക്ക് സുമയ്യ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ സുമയ്യയുടെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളത് ഇന്നത്തെ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. കാരണം നേരത്തെ തന്നെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കണമെന്ന ആവശ്യമാണ് സുമയ്യയും കുടുംബവും ഉയർത്തിയത്. അതിന് പിന്നാലെയാണ് വിശദമായ പരിശോധനയും വിശദമായ ആരോഗ്യ വിദഗ്ധരുടെ പരിശോധനയും ഒക്കെ ഈ വിഷയത്തിൽ നടന്നത്. അതിന് പിന്നാലെ ഈ ഗൈഡ് വയർ പുറത്തെടുത്താൽ കൂടുതൽ അപകടമുണ്ടാകും, അഥവാ ആ ഗൈഡ് വയർ അവിടെ ഇരിക്കുന്നെങ്കിൽ അപകടകാരിയല്ല എന്നുള്ള നിലയിലുള്ള വിലയിരുത്തലായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ സുമയ്യ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. കാരണം ഗൈഡ് വയർ അവിടെ ഇരുന്നാൽ അപകടം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനുശേഷം നേരിടുന്നുണ്ട് എന്ന് ഈ മെഡിക്കൽ ബോർഡിനെ ബോധ്യപ്പെടുത്താനാണ് നീക്കം. മെഡിക്കൽ ബോർഡിനെ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ തുടർ ചികിത്സയുമായി സംബന്ധിച്ചൊരു പ്രോട്ടോകോൾ കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ തുടർന്നുള്ള നീക്കം അതൊരു സമരത്തിലേക്ക് കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.